പല വിശ്വാസികളും ദശാംശത്തെ പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുന്നത്. അതായത് അവരുടെ വരുമാനത്തിന്റെ 10% കർത്താവിന് നൽകുന്നു. എന്നിരുന്നാലും ദശാംശം എന്നത് സാമ്പത്തികം മാത്രമല്ല, നമ്മുടെ സമയത്തിന്റെ ഒരു ഭാഗം ദൈവത്തിനായി സമർപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. വ്യതിചലനങ്ങൾ നിറഞ്ഞ ഒരു ലോകത്ത് ദൈവത്തിനായി സമയം നീക്കിവയ്ക്കുന്നത് ആരാധനയുടെയും ഭക്തിയുടെയും ശക്തമായ ഒരു പ്രവൃത്തിയാണ്. നാം ജീവിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ്. നമ്മുടെ സമയം നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നമ്മുടെ മുൻഗണനകളെ പ്രതിഫലിപ്പിക്കുന്നു. നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ദൈവത്തിന് നൽകുന്നതുപോലെ അവനെ സ്തുതിക്കാനും നാം സമയം നീക്കിവെക്കണം. നമ്മുടെ സമയത്തിന്റെ ദശാംശം എന്നാൽ നമ്മുടെ ദിവസത്തിന്റെ ആദ്യത്തേതും മികച്ചതുമായ ഭാഗം ദൈവത്തിന് നൽകുക എന്നാണ്. ജോലിയിലോ വിനോദത്തിലോ മറ്റു പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്നതിന് മുൻപ് പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവവചനം വായിക്കുന്നതിലും നാം സമയം ചെലവഴിക്കണം. നമ്മുടെ സമയത്തിൽ നമുക്ക് എങ്ങനെ ദശാംശം നൽകാം? ഒരു ദിവസത്തിന് 24 മണിക്കൂറുണ്ടെങ്കിൽ 10% ഏകദേശം 2 മണിക്കൂറും 24 മിനിറ്റുമായിരിക്കും. നമ്മുടെ പണം മാത്രമല്ല, നാമുമായുള്ള ഒരു ബന്ധം ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ സമയം ദശാംശം നൽകുന്നത് സ്നേഹത്തിന്റെയും അനുസരണത്തിന്റെയും ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ മറ്റു മേഖലകളിൽ വിശ്വസ്തയോടെ നൽകുന്നത് പോലെ ദിവസവും അവനു വേണ്ടി സമയം സമർപ്പിക്കുന്നതിൽ നമുക്ക് ഉദ്ദേശ്യപൂർവ്വം ശ്രദ്ധാലുവായിരിക്കാം.